സഹപാഠിക്ക് വീടെന്ന സ്വപ്നവുമായിട്ട് ഈ വിദ്യാർത്ഥികളും സാറുമാരും തുടങ്ങി വെച്ച ബിരിയാണി ചലഞ്ചാണ് ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതി. ഞാൻ നിഷാദ് മാഷ് ചേർലാൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. എന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജനിതക പ്രശ്നവുമായി ബന്ധപ്പെട്ട് സഹപാഠിക്ക് ഒരു വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഇതുപോലെ ഒരു ബിരിയാണി ചലഞ്ച് നടത്തി സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് 5,40,000 രൂപ നമ്മൾ കളക്ട് ചെയ്തു. അത് വെച്ച് 5 സെന്റ് ഭൂമി ഈ കുട്ടികളുടെ പേരിൽ, ക്രയവിക്രയത്തിനൊന്നും അച്ഛനന്മാർക്ക് സാധിക്കില്ല, കുട്ടികളുടെ പേരിൽ വാങ്ങിക്കൊടുത്ത് അത് വെച്ച് ഒരു വീടും അനുബന്ധ സംവിധാനങ്ങളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ സാഹിബാണ് ആധാരം കൈമാറ്റം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന സംഖ്യ അനർഹരുടെ കൈകളിലേക്ക് എത്തില്ല. ഈ കുട്ടികളെ സ്വന്തം അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒറ്റ തന്ത്രം മാത്രമേ ഉള്ളൂ. ലൈഫ് മിഷന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ ഒരു പൂർത്തീകരണത്തിന് ഒരു എമൗണ്ട് കൂടെ ഈ സുമനസ്സുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട്. ഈ 2 വിദ്യാർത്ഥികളും ഇപ്പോഴും ബെഡിലാവുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെ സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളത് ഈ ഒരു ചലഞ്ചോടുകൂടി ആ സ്വപ്നം പൂവണിയാൻ പോവാണ്. ഏതായിരുന്നാലും എന്റെ വിദ്യാർത്ഥികൾ, എന്റെ സഹപ്രവർത്തകരൊക്കെ നിങ്ങളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലും എല്ലാ സുമനസ്സുകളുടെ ഭാഗത്തുണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിന് സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആളുകളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് ഒക്കെ ഒന്ന് കൊടുത്ത് സഹായിക്കുക. ബിരിയാണിക്ക് കുറച്ച് ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 100 റുപ്പീസ് ആണ് ഒരു ബിരിയാണിക്ക് വരുന്നത്. ഇനി ബിരിയാണി വേണ്ട ആളുകൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഈ താഴെ നമ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു 5 ലാഖ് ആണ് ഇവർക്ക് ഇപ്പോ മിനിമം ഈ ഒരു വീടിന്റെ ഫിനിഷിങ്ങിനും പരിപാടിക്കൊക്കെ ഇട്ട് വേണ്ടത്. പിന്നെ പറഞ്ഞല്ലോ, ചികിത്സ ആവശ്യമായിട്ടുള്ള ആളുകളാണ് വീട്ടിലുള്ളതൊക്കെ. ഫണ്ട് റെഡി ആയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം പറ്റുന്ന ആളുകളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരിലും ഷെയർ ചെയ്യുക. ലൊക്കേഷൻ ഞാൻ ആർക്കാന്നുണ്ടെങ്കിൽ ചേർലാൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ. അപ്പൊ ഓക്കെ.